നമ്പറുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു സിനിമ ആർട്ടിസ്റ്റും ഡയറക്ടറാണ്. ചാനലുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞ് ഞാൻ നാടകം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞ് കണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ. സ്വന്തം യഥാർത്ഥത്തിൽ പേരെന്താണ്? എൻ്റെ പേര് വിനോദ് എന്നാണ്. അറിയപ്പെടുന്നത് അപ്പി ഹിപ്പി വിനോദ് എന്നാണ്. അതെ, അതെ. കാർട്ടൂൺ ടോംസിൻ്റെ ആ കഥാപാത്രം ഞാൻ 70 എപ്പിസോഡ് ഒരു ചാനലിന് വേണ്ടി ചെയ്തത്. അങ്ങനെയാണ് ആ പേര് വീണത്, അപ്പി ഹിപ്പി വിനോദ്. അതെ, എവിടെ റാന്നിയാണ് ദേശം. അതെ, പത്തനംതിട്ട ജില്ലയിൽ. പക്ഷേ പൊളിച്ചടിക്കട്ടെ. സന്തോഷം. ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ നാടകങ്ങൾ സമയമില്ല. പക്ഷേ ഇപ്പം ഞാൻ അഭിനയം സംവിധാനം ഉള്ളതുകൊണ്ട് നാടകത്തിൽ ഞാൻ പഠിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ വാസുട്ടി മാഷ് നമുക്ക് എന്നോട് അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. പക്ഷേ സന്തോഷം. ചെറിയ ചെറിയ ഒരു ഇത്, അത് തുടക്കമാണല്ലോ നാടകം. ചെറിയ ഒരു ഇതുണ്ട്. അത് പ്രശ്നമില്ല. അത് നമ്മളെപ്പോലുള്ള ആൾക്കാർ കണ്ടുപിടിക്കും. പക്ഷെ എന്നാൽ പോലും മനസ്സ് നിറഞ്ഞ് ഇതിൻ്റെ കോമഡി ഇപ്പോഴത്തെ ഇതിൽ ആരും ഒരാളെങ്കിലും ചിരിക്കണമെങ്കിൽ അത് വിജയമാണ് ആ നാടകത്തിൻ്റെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചിരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ചിരിക്കണമെങ്കിൽ അതൊരു വിജയമാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർ ചിരിച്ച് ഇതിനകത്ത് ഡയറക്ടർമാരും ആർട്ടിസ്റ്റുകളും നാടക സിനിമ സീരിയലുള്ള ടീമാണ് വന്ന് ഫ്രണ്ടിരിക്കുന്നത്. പക്ഷെ അവർ ചിരിക്കണമെങ്കിൽ ഈ നാടകത്തിന് വിജയമാണ്. തീർച്ചയായിട്ടും. അല്ലേ? അതെ, സന്തോഷം. അതാണ് കാരണം സത്യം പറഞ്ഞാൽ ഞാനും മനസ്സറിച്ചിരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സത്യസന്ധ കാര്യമാണ്. നന്നായിട്ടുണ്ട്. പിന്നെ ചെറിയ പോരായ്മകൾ വരും. അത് ഓരോ നമ്മൾ 2 നാടകമേ കളിച്ചുള്ളൂ. രണ്ടാമത്തെ നാടകം വരുന്നത് അതാ ചെറിയ എന്നാൽ പോലും പ്രശ്നമില്ല. അത് അറിയുന്നവർക്ക് മാത്രം ചെറിയ കുഴപ്പമില്ല. അത് മറവിയും കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. നാടകത്തിന് പേര് പറയാം. ഓക്കെ. ഇതിൻ്റെ പ്രൊഡ്യൂസർ ഗിരീഷ് ചേട്ടനല്ലേ? കണ്ട് പരിചയപ്പെട്ടു. നല്ലൊരു മനുഷ്യൻ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമുക്ക് കാണാൻ കേട്ടോ. സന്തോഷം. ഒരു മിനിറ്റ്. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും എനിക്ക് ചെറിയൊരു ഇല്ല കേട്ടോ. ഒരു ഇവിടെ 1-2 പേര് വന്നു. ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെ പൊളിച്ചടിക്കില്ലേ? നന്നായിട്ട് അഭിനയിച്ചു. അതെ, നന്നായിട്ട് അഭിനയിച്ചു. എനിക്ക് അല്ല, ഞാൻ സത്യം പറയാൻ ഇങ്ങനെ അഭിപ്രായങ്ങൾ ആരോടും ചോദിക്കാറില്ല. നമുക്ക് എനിക്ക് മനസ്സെന്ന് പറഞ്ഞു എല്ലാവരും പൊളിച്ചടിക്കട്ടെ. മുത്തശ്ശിയായിട്ടൊക്കെ അഭിനയിച്ച് നന്നായിട്ട് കേട്ടോ. എല്ലാവരും ഇതാണ് നമ്മുടെ നാടകത്തിൻ്റെ പ്രൊഡ്യൂസർ ഗിരീഷ് ചേട്ടൻ. എന്താ വാക്കുകളില്ല. നല്ല ക്രൗഡായിരുന്നു കേട്ടോ. എല്ലാവരും മനസ്സ് നിറഞ്ഞ സന്തോഷം കൂടി ചിരിച്ചു. ഇതിൽ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന എല്ലാവരും നടന്മാരും ആർട്ടിസ്റ്റുകൾ, ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാം ഇതിനെപ്പറ്റി കലാരംഗത്തുള്ള വ്യക്തികളാണ്. പക്ഷേ അവർ ചിരിച്ചു, ഒരുപാട് ചിരിച്ചു, മനസ്സ് നിറഞ്ഞ് ചിരിച്ചു. ഞാനും ചിരിച്ചു. പക്ഷേ അതൊരു നാടകത്തിൻ്റെ വിജയമാണ്. അല്ലേ? തീർച്ചയായിട്ടും. നാടകം കണ്ട ഇപ്പോഴത്തെ തലമുറകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചിരിക്കാൻ പാടാണ് എല്ലാവർക്കും. അതെ, അവരെ ചിരിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്. അത് ഈ നാടകത്തിൽ ഇപ്പോൾ 2ാമത്തെ സ്റ്റേജാണല്ലേ? ഇത് ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടാമത്തെ. എന്തായാലും ഇത്രയും മനോഹരമായി ചെറിയ അത് സാരമില്ല. അത് നമ്മളെപ്പോലുള്ള ഡയറക്ടർമാരോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾക്ക് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ അല്ല, സാധാരണക്കാർക്കൊന്നുമില്ല. പക്ഷേ എന്തായാലും കൗണ്ടർ കോമഡികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണെന്നാണ് ഒത്തിരി പേര് ഇപ്പോൾ വന്ന് നമ്മളോട്. അതെ, നന്നായി അഭിനയിച്ചു കേട്ടോ. എല്ലാം നന്നായി അഭിനയിച്ചു. എത്രാമത്തെ നാടകമാണ് ഏട്ടൻ്റേത്? പീപ്പിൾസിൻ്റെ, അതായത് 36 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അതെ, 64-ലുണ്ടായ സമിതിയാണ് കായംകുളം പീപ്പിൾസ്. ഒരുപാട് മഹാരഥന്മാർ അതിനകത്തിൽ വേഷമിടുകയും അതിൻ്റെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CG ഗോപിനാഥ് സാറ്, അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ രാജേന്ദ്ര ബാബു, ബിന്ദു സാറ്, അവരുടെ കയ്യിൽ നിന്നാണ് ഞാനിത് എടുത്ത് അവർ കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാനിതെടുത്തിട്ട് 2ാമത്തെ നാടകമാണ്. കഴിഞ്ഞ നാടകം അങ്ങാടിക്കുരുവികൾ. അല്ല, നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ലുക്കും അല്ല, ഞാൻ ആർട്ടിസ്റ്റാണ്. ഞാൻ 20 വർഷം നാടകരംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം സീരിയൽ. ഏതൊക്കെ സീരിയലാണ്? ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത് ടീച്ചറമ്മ. അല്ല, ഞാനും ടീച്ചറിലുമുണ്ട്. ഞാൻ ചെമ്പനീരിലുണ്ട്. ഒരുപാട് സീരിയലുണ്ട്. ഇപ്പം നമുക്ക് തിരക്കിൻ്റെ ബിസിനസ്സും കാര്യമുണ്ട്. പക്ഷേ എന്തായാലും നാടകം ഇപ്പം പഴയതുപോലെ തിരിച്ചു വരുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഞാൻ ഇങ്ങനൊരു സബ്ജക്റ്റിനെ കുറിച്ച് ആലോചിച്ച് നമ്മുടെ ഡയറക്ടറുമായിട്ടും റൈറ്ററുമായിട്ടും ഒക്കെ പങ്കുവച്ചു. ഇപ്പം ഉത്സവപ്പറമ്പിൽ നിന്ന് നാടകത്തിലെ കോമഡികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പം നല്ല നാടകങ്ങളുണ്ടാകുന്നുണ്ട്. പക്ഷെ കോമഡി ഒരുപാട് കാണുന്നില്ല. സീരിയസ് പ്ലേകളാണ്. അതിൻ്റെ ഇടയ്ക്കൊരു വ്യത്യസ്തത ആയിക്കോട്ടെ എന്ന് കരുതി. അല്ല, ഇപ്പോഴത്തെ തലമുറയ്ക്ക് നാടകം ആവശ്യമാണ്. അത്യാവശ്യം. തീർച്ചയായിട്ടും നാടകത്തിലൂടെ കൊടുക്കുന്ന സന്ദേശം മറ്റൊരു വിഭാഗത്തിൽ കൂടെ കൊടുക്കാൻ കഴിയില്ല. എന്തായാലും വളരെ സന്തോഷം. ഇന്നലത്തെ ഇതെല്ലാം സുഹൃത്തുക്കളാണ്. എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ. എന്തായാലും വളരെ സന്തോഷം കേട്ടോ. താങ്ക് യു. അപ്പോൾ എന്തായാലും അടുത്ത ഇന്ന് എവിടെയാണ്?
ഇനി അമ്പലപ്പുഴയാണ് 17-ാം നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ എവിടെയാണ്? നമ്മുടെ ഔപചാരികമായ ഉദ്ഘാടനം 17-ാം തീയതി അമ്പലപ്പുഴയാണ്. സ്റ്റേജുകളായി വരുന്നതേ ഉള്ളൂ. ഇവിടുത്തെ കഴിഞ്ഞ വർഷം ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പക്ഷേ ഇത് രണ്ടാമത്തെ സ്റ്റേജ് ഒരിക്കലും പറയില്ല, അത്രയ്ക്ക് നല്ലൊരു കഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് അല്ല. അതുകൊണ്ട് റിഹേഴ്സൽ കിട്ടി. അതെ എൻ്റെ ഡയറക്ടർ രാജീവ് മുമ്മളി വന്നില്ലല്ലേ? ഇല്ല, വന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ വേറൊരു നാടകത്തിൻ്റെ ഫൈനൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കേട്ടോ, കാണാം. താങ്ക് യു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ നല്ലൊരു നാടകം കണ്ടു. സത്യം മനസ്സറിഞ്ഞ് ചിരിച്ചു. അല്ല പക്ഷേ നല്ല ക്രൗഡായിരുന്നു. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഇതാണ് നമ്മുടെ എന്താണ് പ്രസിഡന്റ് സെക്രട്ടറി ഒരാളാണ്. ബാക്കിയുള്ള കാര്യം പറഞ്ഞു. നമ്മുടെ നാടകരാവ് 5 ദിവസം നല്ല തിരയുടെ നാടകം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചാപ്ലിൻ കുഞ്ഞുട്ടൻ, നാളെ ജീവിതത്തിൻ്റെ ഈശ്വരൻ്റെ തിരക്കഥ, തൊട്ടടുത്ത ദിവസം നമ്മുടെ ഭൂട്ടാനി സംസ്കൃതിയുടെ, അതിനടുത്ത ദിവസം ജ്ഞാനപ്രസക്തി. 5 നാടകം 3 നിരക്കാണ്. പക്ഷെ മനസ്സറിഞ്ഞ് ഞാൻ ചിരിച്ചു. സാധാരണ പഴയ നാടകം തിരിച്ചു എന്ന് പറയാം അല്ലേ? ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഏറ്റവും നല്ലതാണ് നാടകം. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമുക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാം, ഞാനും എനിക്ക് ചാനലുണ്ട്, അല്ല ഈ നാടകത്തിൻ്റെ പ്രത്യേകം നമ്മൾ മനസ്സറിഞ്ഞെല്ലാം ചിരിച്ചു. അതെ, ഇപ്പം ഒരു പാവപ്പെട്ടനും പണക്കാരനും 2 സ്റ്റോറി നല്ല തിരക്കഥായിരുന്നു. ഇത് നല്ലൊരു പ്രൊഡ്യൂസറും സീരിയൽ ആർട്ടിസ്റ്റാണ്. ഞാൻ ഇപ്പോൾ സ്റ്റുഡിയോ ടീച്ചർമാരെ അതോ അങ്ങനെയൊക്കെ ഒരു പരിചയപ്പെട്ട് അറിയപ്പെടുത്തൊരു സംഭവമാണ്. ഇപ്പോൾ എല്ലാവരും നമുക്ക് കാണാൻ പറ്റാത്ത നാടകമാണ്. അല്ല ഞാനൊരു നല്ലൊരു കലാകാരൻ വളരെ സന്തോഷം കാണാം. കട്ടിത അല്ലെങ്കിൽ എനിക്കും നിനക്കും കാണാനോ അനുഭവിക്കാനോ കഴിയാത്ത എന്തോ ഒന്ന് രക്തബന്ധങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും ബലമായി പിടിച്ചിറക്കിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവളെന്നെ വെറുത്തേനെ. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ കോംപ്ലക്സ് കൊണ്ട് അവളെ അവിടെ കരുതും. പതുക്കെ അവളെ എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിച്ചു അച്ഛന്റെ മുത്തശ്ശിനെ കൂടെ പഠിപ്പിച്ചു തീർത്ത് റിവിഷൻ ക്ലാസുകൾ. JS കോളേജ് യൂണിയൻ ബാങ്ക്